This is Beyond Sports. Accept the unaccepted. രോഹിത്തിൻ്റെ IPL കരിയറിൽ 30 മീറ്ററിന് അപ്പുറത്തേക്ക് ആ ലൈനിന് പുറത്തേക്ക് അപൂർവം ചില അവസരങ്ങളിൽ മാത്രമാണ് രോഹിത് ഫീൽഡ് ചെയ്തിട്ട് ഈ 30 മീറ്ററിനുള്ളിൽ രോഹിത് നല്ല ഫീൽഡർ തന്നെ ആ ഫീൽഡറിനെ എടുത്ത് ബൗണ്ടറി ലൈനിൽ അപ്പുറത്തേക്ക് മാറ്റും. മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകർക്കും ഗുജറാത്തിൻ്റെ ആരാധകർക്കും പാണ്ഡ്യ ഒരു ശത്രുവിനെ പോലെയാണ് അവരിപ്പോൾ കാണുന്നത്. സംയമനം പാലിച്ച ഒരു ക്യാപ്റ്റനായി മുന്നോട്ട് പോയാൽ ഇനിയും കാർത്തികിൻ്റെ കളി ആരോഗ്യത്തിന് നല്ലതാണ്, നമുക്ക് കാണാനും കഴിയും. ഈ ഗ്രൗണ്ടിൽ ഓരോരുത്തരുടെ പെരുമാറ്റമാണ് അവരെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിരിക്കുന്നത്. ഗുജറാത്തിന് എന്തായാലും ഒരു പോസിറ്റീവ് ഇത് ഉണ്ടായിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യക്ക് ഒരുപാട് ചാലഞ്ചസ് ഇനി ഫേസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഈ സ്വഭാവം വെച്ചുകൊണ്ടാണ് കളിക്കുകയാണെങ്കിൽ ഹാർദിക്കിന് IPL പൂർത്തിയാക്കാൻ പറ്റുന്ന സാഹചര്യം. ഈ ആരാധകരുടെ വലിയ സമ്മർദ്ദം, അവരുടെ ഈ അധിക്ഷേപം സഹിക്കാൻ മത്സരം, അതും ഗുജറാത്തിനെതിരെ നേരത്തെ കളിച്ചിരുന്ന ടീമിനെതിരെ പരാജയപ്പെടുക. പക്ഷെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ടീമിന്റെ വിജയമാണ്. അത് കോർഡിനേറ്റ് ചെയ്യേണ്ട ക്യാപ്റ്റനാണ്. പക്ഷെ ഇന്നലെ മുംബൈയുടെ ടീമിനകത്ത് അങ്ങനെ ഒരു കോർഡിനേഷൻ കാണില്ല. അല്ലെങ്കിൽ ഈ ചെറിയ റൺസിൽ അവർ പരാജയപ്പെടും. ക്യാപ്റ്റൻ ഒരാളുടെ കണ്ണിലൂടെ കാണുന്നതല്ല ക്രിക്കറ്റ്, ഒരു കൂട്ടായ്മയുടെ കളി. രോഹിത് ഒരു കറക്റ്റ് സ്പോർട്സ്മാനായി പ്രതികരിച്ചു. പുതിയ കളിക്കാർക്കൊന്നും അതില്ല എന്നുള്ളതാണ് ഈ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത് IPL ചേർന്ന ഒരു നിലവാരമൊന്നും അല്ല പാണ്ഡ്യ കാണിക്കുന്നത്. IPL പുതിയ സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. 6 മത്സരങ്ങൾ അവസാനിച്ചു. ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ തുറന്നാൽ കാണാവുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് ഹാർദിക് പാണ്ഡ്യയാണ്. എന്താണ് ഹാർദിക് പാണ്ഡ്യ ഇത്രയും അധികം ഒരു 6 ദിവസം കൊണ്ട് ഇത്രയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായി മാറിയത്? അത് ഈ ഗ്രൗണ്ടിൽ ഓരോരുത്തരുടെ പെരുമാറ്റമാണ് അവരെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിരിക്കുന്നത്. സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ച് നമ്മൾ ഏറെ ചർച്ച ചെയ്യുന്നത് അദ്ദേഹം ഗ്രൗണ്ടിലെ പെരുമാറ്റമാണ്. വിരാട് കോഹ്ലി നല്ല പ്ലെയറാണ്. ഗ്രൗണ്ടിലെ ചില സമയത്തെ പെരുമാറ്റം കൊണ്ട് കോഹ്ലിയെക്കുറിച്ച് നമ്മൾ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെയാണ് പാണ്ഡ്യയുടെ കാര്യത്തിലും. പാണ്ഡ്യ ക്യാപ്റ്റനായി മുംബൈ ഇന്ത്യൻസ് വരെയാണ്. അപ്പോൾ നിലവിലെ ക്യാപ്റ്റൻ രോഹിത് ടീമിലുണ്ട്. ഭയങ്കര രസകരമായിരുന്നു, ഒരു തമാശഭരിതമായിരുന്നു അത് കണ്ടിരിക്കാൻ. പക്ഷേ ഈ മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകർക്കും ഗുജറാത്തിൻ്റെ ആരാധകർക്കും പാണ്ഡ്യ ഒരു ശത്രുവിനെ പോലെയാണ് അവരിപ്പോൾ കാണുന്നത്. കാര്യം ടോസിന് വന്ന സമയം മുതൽ തന്നെ 2 ഗുജറാത്തിൻ്റെ ആരാധകരും അത് ഗുജറാത്തിന് വിട്ടുപോയുണ്ട്. പൈസയ്ക്ക് വേണ്ടി ഗുജറാത്ത് വിട്ടുപോയെന്ന ഒരു ആരോപണമുണ്ട്. മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മയെ മാറ്റിയിട്ട് ക്യാപ്റ്റനായി വന്നു എന്നുള്ളത് സ്വാർത്ഥ താല്പര്യമാണ്. രോഹിത്തിനെ പോലെ പരിചയസമ്പന്ന ഒരാളിനെ മാറ്റി അപ്പോൾ ക്യാപ്റ്റൻസി ഉറപ്പ് നൽകിയിട്ടാണ് ടീമിലേക്ക് കൊണ്ടുവന്നതെന്നൊരു ആരോപണം. ആ ആരോപണം നിൽക്കുന്ന ഘട്ടത്തിലാണ് പാണ്ഡ്യ ടീമിലേക്ക് വരുന്നതും കളിയിലേക്ക് വരുന്നതും. എനിക്ക് ആ കളി കണ്ടപ്പോൾ തോന്നിയത്, നമ്മൾ സാധാരണ പണ്ട് കാലത്തൊക്കെ ഈ പറമ്പിലൊക്കെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരാൾ ക്യാപ്റ്റനാകുന്നു. ക്യാപ്റ്റൻ്റെ അവകാശമാണ് ആദ്യത്തെ ഓവറും ആരെയൊക്കെ എവിടെയൊക്കെ നമുക്ക് ഇറങ്ങണം, ബാറ്റിംഗ് ഓർഡർ തീരുമാനിക്കുക, എല്ലാം ക്യാപ്റ്റൻ. അത് സാധാരണ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റ് സാധാരണ നമ്മൾ പറമ്പിൽ കളിക്കുന്ന കുട്ടികൾ പറമ്പിൽ കളിക്കുന്ന ഒരു കളി കാണുന്നത്. ആ കളിയാണ് സത്യത്തിൽ ഈ പാണ്ഡ്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു കാര്യമല്ല, രോഹിത്തിനെ ഫീൽഡ് ചെയ്യാൻ നിർത്തിയ, ബൗണ്ടറി ലൈനിലേക്ക് ഫീൽഡ് ചെയ്യാൻ നിർത്തിയ രോഹിത്തിൻ്റെ IPL കരിയറിൽ 30 മീറ്ററിന് അപ്പുറത്തേക്ക് ആ ലൈനിന് പുറത്തേക്ക് അപൂർവം ചില അവസരങ്ങളിൽ മാത്രമാണ് രോഹിത് ഫീൽഡ് ചെയ്തിട്ടുള്ളത്. ഈ 30 മീറ്ററിനുള്ളിൽ രോഹിത് നല്ല ഫീൽഡർ തന്നെയാണ്. ആ ഫീൽഡറിനെ എടുത്ത് ബൗണ്ടറി ലൈനിൽ അപ്പുറത്തേക്ക് മാറ്റി കഴിഞ്ഞ് അവിടെ ഒരു കാര്യമില്ല. പക്ഷെ ഞാൻ കണ്ടേക്കുന്ന രോഹിത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അത് അക്സെപ്റ്റ് ചെയ്തു. സീനിയോറിറ്റി രോഹിത് ഞെട്ടിപ്പോയി. രോഹിത് എന്നോടാണോ ഞാനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. മാറ്റി ഒരു നല്ല പൊസിഷനിലേക്ക് നിർത്തുന്നു. അതായത് ക്യാപ്റ്റൻ തോന്നിയ ഒരു പൊസിഷനിലേക്ക് നിർത്തുന്നു. ബൗളറായി വരുമ്പോഴാണെങ്കിൽ നമുക്കത് സമ്മതിക്കാം. ഒരാൾ ബൗൾ ചെയ്യുമ്പോഴത്തേക്ക് ഫീൽഡർ എവിടെ നിൽക്കുന്ന ബൗളർക്ക് തീരുമാനിക്കാം, അതനുസരിച്ച് ബൗൾ ചെയ്യാൻ പറ്റും. ഇതങ്ങനെയല്ല, ഇത് ബൗണ്ടറി ലൈനിലേക്ക് മാറ്റുന്നു. അത് അടുത്ത ഓവറിൽ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റി നിർത്തുന്നു. രോഹിത് ശർമ്മ സീനിയർ താരമാണ്, മുംബൈയിലെ ക്യാപ്റ്റനായിരുന്നു. അപ്പോൾ ആരാധകർക്ക് സഹിക്കാൻ പറ്റും. ഇന്ത്യയുടെ ക്യാപ്റ്റനും കൂടെയാണ്. അവിടെയാണ് ഈ ഹാർദിക് പാണ്ഡ്യയെ പോലുള്ള താരതമ്യേന ജൂനിയറായുള്ളൊരു കളിക്കാരെ ഇങ്ങനെ ചെയ്യുന്നത്. അത് സാധാരണക്കാർക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഒരു ക്യാപ്റ്റന് ചേർന്ന നടപടിയല്ല. സാധാരണ ക്യാപ്റ്റന്മാരുടെ ഉത്തരവാദിത്തം ടീമിനെ ഒരുമിച്ച് കൊണ്ടുപോവുക, സീനിയർ താരങ്ങളുമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിൽ എത്തുക എന്നുള്ളതാണ്.
ഇപ്പൊ നമുക്ക് കാണേണ്ടത് ചെന്നൈയിൽ ഋതുരാജ് ഗെയ്ക്വാൾ ഇപ്പൊ മാറിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ധോണി പക്ഷെ ധോണിയുടെ അഡ്വൈസ് എന്ത് ചെയ്യുന്നുണ്ട്, പുള്ളി എടുക്കുന്നുണ്ട്. ആ ഫീൽഡിംഗ് ചേഞ്ച് വേണോ ചോദിക്കുന്നുണ്ട്, അത് പോരെ എന്നുള്ള ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു പക്ഷെ നമ്മളൊരു സ്റ്റാർട്ടിങ്ങിൽ ശരിക്കും അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം. അതെ, അത് ബാറ്റിംഗ് ഓർഡറിലും ബൗളിംഗ് ഓർഡറിലും എല്ലാം പാണ്ഡ്യയുടെ ഒരു തീരുമാനം. ആലോചിച്ച് നോക്കണം, ആദ്യത്തെ ഓവർ എറിയ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ക്യാപ്റ്റനായി ബുംറയുണ്ട്, അതിനകത്തുള്ളത് ലുക്വുഡുണ്ട്. ലുക്വുഡിന്റെ ഫസ്റ്റ് ഓവറിൽ എറിയാത്തത് പ്രശ്നമായി എന്നുള്ളൊരു കോട്ട്സേ ഉണ്ട്. 3 പേരും ന്യൂ ബോളിൽ എറിഞ്ഞ് പ്രാക്ടീസ് ഉള്ളവരാണ്. ബുംറ ആയാലും ലുക്വുഡ് ആയാലും കോട്ട്സേ ആയാലും 3 പേരും ന്യൂ ബോളിൽ പ്രാക്ടീസ് പവർ പ്ലേയിലും ന്യൂ ബോളിൽ. അത് ന്യൂ ബോളാണ് പ്രധാനം. IPL കളിക്കുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനം ആദ്യത്തെ 5 ഓവർ ന്യൂ ബോളിൽ എറിയുക എന്നുള്ളതാണ്. ഹാർദിക് ബൗൾ ചെയ്യുമ്പോഴത്തേക്ക് സാഹയാണ് അതിന് മറുപടി കൊടുക്കുന്നത്. അത് കൃത്യമായി 6 അടിക്കുന്ന 11 റൺസാണ് ആ ഓവർ വന്നത്. അത് സാഹയെ പുറത്താക്കിയാൽ ബുംറയെ തന്നെ വിളിക്കേണ്ടി വന്നു. പക്ഷെ ആ സമയത്ത് വിക്കറ്റ് പോവുകയും ബുംറ എറിഞ്ഞ ബോൾ സാഹയുടെ വിക്കറ്റും പോയി. അപ്പം ബൗൾ ചെയ്യുന്ന ബുംറ നല്ല ബൗളറാണ്. നമ്മൾ നല്ല അടുത്ത കാലത്തുണ്ടായ ഇന്ത്യൻ ടീമിലുണ്ടായ ഒന്നാം തരം ബൗളറാണ്. പക്ഷേ ഓപ്പണിംഗ് സ്പെല്ലിൽ എറിയണോ വേണ്ടേ എന്നുള്ളത് സ്വയം തീരുമാനിക്കുന്നൊരു കാര്യമാണ്. അവിടെ രോഹിത് ശർമ്മയുണ്ട്, ബാക്കി സീനിയറായുള്ള താരങ്ങളുണ്ട്, കോച്ച് ടിപ്പുണ്ട്. അവരുമായിട്ടൊക്കെ ആലോചിച്ച് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ബാറ്റിംഗ് ഓർഡർ ഗുജറാത്തിൽ നാലാമനായി ഇറങ്ങിക്കൊണ്ടിരുന്നതാണ് പാണ്ഡ്യ. പക്ഷേ ഇപ്പോൾ 7ാമതായി വന്നു. അതെ, പക്ഷെ അതിൽ നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടീം ഡേവിഡിനെ അതിലേക്ക്, പക്ഷെ ഡേവിഡ് പറഞ്ഞ സ്പിന്നിനെ കളിക്കാത്ത ഒരാളും റാഷിദ് ഖാന്റെ ഓവർ അവിടെ കിടക്കുന്നുണ്ട്. റാഷിദ് ഖാനൊക്കെ നല്ല ഇരുത്തം വന്ന ബൗളർമാർ. അവരെ കൂടെ പാണ്ഡ്യക്ക് കളിക്കാൻ പറ്റും. പാണ്ഡ്യ എനിക്ക് തോന്നുന്നു പാണ്ഡ്യ ഒരു കുറച്ചുകൂടെ എനിക്ക് കുറച്ചുകൂടെ സോണിലേക്ക് പോയി എന്നുള്ളതാണ്. അത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരിക്കലും ആ തീരുമാനം തങ്ങിയ സാധാരണ ഈ സ്പോർട്സ്മാൻമാർ അല്ലെങ്കിൽ കാണികളും ഈ സ്പോർട്സ് വിദഗ്ധരും എല്ലാം പാണ്ഡ്യക്ക് കളിക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ അവർ നിശ്ചയിച്ചിട്ടുണ്ട്. കാര്യം അങ്ങനെ അവരുടെ ആ കളി വിലയിരുത്തുന്ന ഒരാളാണ്. അപ്പം രോഹിത് ശർമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ രോഹിത് ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന ഒരാളാണ്. പാണ്ഡ്യ എവിടെ കളിക്കണമെന്ന് രോഹിത്തിന് കൃത്യം അറിയാം. അപ്പോൾ രോഹിത്തുമായിട്ട് പോലും ആലോചിക്കാതെ ഇങ്ങനെ ഒരു തനി നാട്ടിൻപുറത്തെ കളിയായി IPL എടുത്തു. അതിൻ്റെ ഫലം കിട്ടുകയും ചെയ്തു. വളരെ ചെറിയ റൺസിൽ അവർ പരാജയപ്പെട്ടു. ഇത് IPL ചേർന്ന ഒരു നിലവാരമൊന്നും അല്ല പാണ്ഡ്യയെ കാണിക്കുന്നത്. നേരത്തെ പാണ്ഡ്യയെക്കുറിച്ച് ഇത്തരത്തിലൊരു സാധനമൊന്നും വന്നിട്ടില്ല. ചെറിയ ചില ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഒരു ക്യാപ്റ്റനായതിൻ്റെ മുംബൈ ഇന്ത്യൻസിലേക്ക് വന്ന ഒരു വലിയ ടീമിൻ്റെ ക്യാപ്റ്റനായി വരുന്നു, വാശി പിടിച്ചതിൻ്റെ ക്യാപ്റ്റനാകുന്നു. എന്നിട്ട് കാണിക്കുന്ന ഈ പെരുമാറ്റം ഒരു ശരിയായ ഇതല്ല. ഇപ്പൊ ആരാധകർ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആരാധകർ കളിക്കുന്ന സമയത്ത് കൂവി വിളിക്കുന്നുണ്ട്, പല പേരുകളും വിളിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നിയേക്കുന്ന ഇപ്പോ ഒരു രോഹിത് ആരാധകര് അതേപോലെ മുംബൈ ആരാധകർ 2 ചേരിയായിട്ട് സെയിം ടീമിനെ തന്നെ 2 ചേരി വന്നു. പക്ഷേ അതിനകത്ത് പൊതുവായി കാണേണ്ട ഒരു കാര്യം, രോഹിത്തിനായിരുന്നു പൊതുവെ അവിടെ സപ്പോർട്ട്. കാര്യം ഈ ഗുജറാത്ത് ടീമിൻ്റെ ആരാധകരും ബുംറയെ കൂവുകയായിരുന്നു. ഗുജറാത്തിൽ നിന്ന് വിട്ടുപോയതിൻ്റെ വിഷമത്തിലും ഹാർദിക്കിനെ കൂവുകയായിരുന്നു. അത് ഗുജറാത്തിൽ നിന്ന് വിട്ടുപോയ എൻ്റെ ഒരു വിഷമം അവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. ഇപ്പുറത്ത് രോഹിത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൻ്റെ സ്വാഭാവികമായ ഇത് രണ്ടും കൊണ്ട് തികച്ചും ഒറ്റപ്പെട്ടതല്ല. എനിക്ക് തോന്നുന്നു ആ ടോസ് ചെയ്യാൻ വന്നപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവമായിരിക്കും രോഹിത്തിനോട് ഇങ്ങനെ ഒന്ന് കാണിക്കാൻ തോന്നി. പക്ഷെ അത് ഭയങ്കരമായ, പക്ഷേ രോഹിത് വളരെ സ്പോർട്സ്മാൻഷിപ്പിറ്റോടെ അത് കൈകാര്യം ചെയ്തു. അവസാനം പാണ്ഡ്യ ഹാർദിക് വന്ന് രോഹിത്തിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ വളരെ മാന്യമായിട്ടാണ് രോഹിത് ഒരു കറക്റ്റ് സ്പോർട്സ്മാനായി പ്രതികരിച്ചു. ആ സീനിയോറിറ്റി നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നു. അത് പുതിയ കളിക്കാർക്കൊന്നും അതില്ല എന്നുള്ളതാണ് ഈ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനിയിപ്പോൾ വരുന്ന മത്സരങ്ങളിൽ ഒരു പക്ഷെ ഹാർദിക്കിന് വെല്ലുവിളി ആവാവുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? ഉറപ്പായിട്ടൊരു ടീമായി നിൽക്കുമ്പോൾ മുതിർന്നവരുടെ അഭിപ്രായം കൂടെ കേട്ട് ഒരു കൂട്ടായ തീരുമാനമില്ലാതെ ഒരു ക്യാപ്റ്റന് IPL ഒന്നും ചെയ്യാമല്ലോ. ഒരു 50 ഓവർ മാച്ചൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ക്യാപ്റ്റൻ്റെ മാത്രം തീരുമാനത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കും. പക്ഷേ ഒരു 2020 മാച്ചിനകത്ത് ഒരു IPL ഒരു മാച്ചിനകത്ത് കൂട്ടായ ഒരു തീരുമാനമില്ല. ഏത് സമയത്തൊന്നും ഒരു ബൗളറെ പിൻവലിക്കാനും ഏത് സമയത്തൊന്നും ഒരു ബാറ്റിംഗ് പൊസിഷൻ മാറാനും അല്ലെങ്കിൽ ഒരു ഫീൽഡിംഗ് പൊസിഷൻ പോലും മാറാനും ഒക്കെ ചേഞ്ച് ചെയ്യാനും ഒക്കെ കാരണം സ്വന്തമായൊരു തീരുമാനം ചിലപ്പോൾ ഫലപ്രദമാവില്ല. ക്യാപ്റ്റൻ ഒരാളുടെ കണ്ണിലൂടെ കാണുന്നതല്ല ക്രിക്കറ്റ്, ഒരു കൂട്ടായ്മയുടെ കളിയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ പറയാം നമുക്ക്. പക്ഷേ അന്ന് പോലും വളരെ തലമുതിർന്ന ക്യാപ്റ്റന്മാർ, ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ ശ്രീനാഥായിട്ട് ഒരു ആലോചിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ധോണി ക്യാപ്റ്റനായപ്പോൾ സച്ചിനുമായി കോഹ്ലിയായിട്ടൊക്കെ അവർ കൂട്ടായ്മയായിരുന്നു. അവിടെ ടീം മീറ്റിങ്ങിനകത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും
തർക്കങ്ങളില്ല. പക്ഷേ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ക്യാപ്റ്റൻ വിജയം ടീമിന്റെ ഒരു ടീമിൻ്റെ വിജയമാണ്, അത് കോർഡിനേറ്റ് ചെയ്യേണ്ട ക്യാപ്റ്റനാണ്. പക്ഷേ ഇന്നലെ മുംബൈയുടെ ടീമിനകത്ത് അങ്ങനെ ഒരു കോർഡിനേഷൻ കണ്ടില്ല. അല്ലെങ്കിൽ ഈ ചെറിയ റൺസിൽ അവർ പരാജയപ്പെടില്ല. ഇത് ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് T20 വേൾഡ് കപ്പ് വരുന്നത്, രോഹിത് ഹാർദിക്കിനോട് ഇത് പ്രതികാരം ചെയ്യും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരു ഇരുത്തമ്പന്ന കളിക്കാരനാണ്. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പല പ്രതികരണങ്ങളുണ്ട്, ആവേശവും ഇതൊക്കെ ഉണ്ടാവും. കോഹ്ലി പോലെയാണ്, അവർ ഗ്രൗണ്ടിൽ ആവേശമൊക്കെ ഉണ്ടെങ്കിലും ഈ സഹ കളിക്കാരെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ എനിക്ക് തോന്നുന്നു സച്ചിൻ ടെണ്ടുൽക്കർ പോലെ. അശ്വിൻ്റെ ഒരു സംഭവം പറഞ്ഞു, ചാർട്ടേഡ് വിമാനം കൊടുത്തു അദ്ദേഹത്തിന്റെ അമ്മയെ കാണാൻ വേണ്ടി. അത് അങ്ങനെ ടീം അംഗങ്ങൾക്ക് വേണ്ടി രോഹിത് വളരെ പലപ്പോഴും ഈ ഒരുമായിട്ടൊക്കെ അടുത്ത് നിൽക്കുന്ന സ്പോർട്സ് ജേർണലിസ്റ്റുകളൊക്കെ പറയാറുണ്ട്, മറ്റ് ക്യാപ്റ്റന്മാരെ കാണുമ്പോൾ രോഹിത്തിനെയും ധോണിയൊക്കെ നമുക്ക് എപ്പോഴാണോ കാണാനും അവരുടെ ടീം കോർഡിനേഷൻ ഒരു ഭയങ്കരമാണ്. അവരുടെ മാത്രം അവർ സെലക്ടർമാരുമായിട്ട് എല്ലാ കാലത്തും തർക്കിച്ചിട്ടുള്ളതാണ് ധോണിയും രോഹിത്തും ഒക്കെ. കോഹ്ലി ധോണി രോഹിതൊക്കെ സെലക്ടർമാരുമായിട്ട് എപ്പോഴും തർക്കിക്കും. പക്ഷേ ടീം സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സെലക്ടർമാരുമായിട്ടും കോച്ചുമായിട്ടും സപ്പോർട്ടിങ് സ്റ്റാഫുമായിട്ടൊക്കെ വളരെ കോടിയലായി പോകുന്ന ഒരു ക്യാപ്റ്റന്മാരാണ്. ഹാർദിക്കിനൊക്കെ അത് പറ്റുമെന്നുള്ള കാര്യം ഇനി കണ്ടിന്യൂആണ്. ഈ സ്വഭാവം വെച്ചുകൊണ്ടാണ് കളിക്കുകയാണെങ്കിൽ ഹാർദിക്കിന് IPL പൂർത്തിയാക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാഹചര്യമില്ല. കാരണം അങ്ങനെ വാശി പിടിച്ച് ക്യാപ്റ്റനായിട്ടൊക്കെ വന്ന ഒരാളുടെ അടുത്ത് സ്വാഭാവികമായും ആരാധകർക്ക് ഒരു പ്രശ്നമുണ്ടാവും. ആരാധകർക്കുണ്ടോ, ടീം അംഗങ്ങൾക്കുണ്ടാവും. സീനിയർ താരങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ട്, ബുംറ ഉണ്ട്, സൂര്യകുമാർ യാദവ് ഉണ്ട്. അതെ, അപ്പോൾ ഇവർക്ക് മാനസികമായൊരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യത. പിന്നെ ഈ ആരാധകരുടെ ഒരു നെഗറ്റീവ് സമ്മർദ്ദമുണ്ട്, അത് മറികടക്കുന്ന വളരെ പ്രയാസമായിരിക്കും. അത് അവസാനം ടീം മാനേജ്മെന്റ് വരെ അത് പ്രതിസന്ധിയാണ്. കാണാൻ ആരും വന്നില്ലെങ്കിലോ, അതാണ് അതൊക്കെ ഒരു പ്രതിസന്ധിയാണ് ഈ ഘട്ടത്തിൽ. ഇപ്പോൾ ഇവർ പ്രതിഷേധിക്കുക അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് പ്രതിഷേധിച്ച് അവർ മാറി നിന്നാൽ മുംബൈ ഇന്ത്യൻസ് പോലൊരു ടീമിനകത്ത് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സച്ചിൻ ടെണ്ടുൽക്കർക്ക് വളരെ മനോഹരമായി നയിച്ച ഒരു ടീമാണ്. അപ്പോൾ അത് ഹാർദിക്കിൻ്റെ ഇന്നലത്തെ ഒരു കളിയുണ്ട്, ഹാർദിക്കിനെ വിലയിരുത്തേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്നലെ എന്തോ ഒരു ഇതിൽ സംഭവിച്ചു പോയതാണ്. എനിക്ക് തോന്നി ഇതായിരിക്കും ഈ ആരാധകരുടെ വലിയ സമ്മർദ്ദം, അവരുടെ ഈ അധിക്ഷേപം സഹിക്കാൻ. മത്സരം അതും ഗുജറാത്തിനെതിരെ നേരത്തെ കളിച്ചിരുന്ന ടീമിനെതിരെ പരാജയപ്പെടുക. ഗുജറാത്തിന് എന്തായാലും ഒരു പോസിറ്റീവ് ഇത് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വരുന്ന മത്സരങ്ങൾ നമുക്ക് കാണേണ്ടത് തന്നെയാണ്. ഹാർദിക് പാണ്ഡ്യക്ക് ഒരുപാട് ചാലഞ്ചസ് ഇനി ഫേസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് വരുന്ന മത്സരങ്ങളിൽ കാണാം എന്താണ് ഇനി സംഭവിക്കുന്നത്. സംയമനം പാലിച്ച ഒരു ക്യാപ്റ്റനായി മുന്നോട്ട് പോയാൽ ഇനിയും ഹാർദിക്കിന്റെ കളി ആരോഗ്യത്തിന് നല്ലതാണ്, നമുക്ക് കാണാനും കഴിയും ഹാർദിക്കിന്റെ കളി. ഏതായാലും പുതിയൊരു വിഷയമായി വീണ്ടും